അപ്പോൾ മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ പല അത്ഭുതങ്ങളും ബഹുമാനപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് ഇപ്പോൾ അടുത്താണ് അവൻ മരിച്ചു പോയത്. അവിടെ ഒരുത്തണ്ടായിരുന്നു, ഒരു ഹിന്ദു സഹോദരൻ. അവൻ പറയലുണ്ട്, അവൻ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ അച്ഛൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടിലെപ്പോഴും പോയി ഖിദ്മത്ത് ചെയ്തിരുന്ന ആളായി. അപ്പോൾ ഒരു ദിവസം രാത്രി തങ്ങൾ പറഞ്ഞു, നമുക്ക് നാളെ വിരുന്നുകാർ വരുന്നുണ്ട്, കുറച്ച് മത്സ്യം വേണം. പക്ഷേ ഇജ്ജ് മത്സ്യം പിടിക്കാൻ പോകണ്ട, നമുക്ക് രണ്ടാൾക്കൂടി രാവിലെ പോകാം. അങ്ങനെ രാവിലെ തങ്ങൾ അവനെയും കൂട്ടി ആ കടപ്പുറത്തേക്ക് പോയപ്പോൾ കടപ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഒരാളെ കാലിൻ്റെ ചെരുപ്പടിൻ്റെ അത്ര വെള്ളം. അപ്പോൾ തങ്ങൾ അവനോട് പറഞ്ഞു, എടോ ഇവിടെ വീയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിൽ മത്സ്യമില്ലല്ലോ എന്ന്. നിന്നോട് ഞാൻ വല വീയാനാണ് പറഞ്ഞത്, വല എറിഞ്ഞോ മത്സ്യയിലുണ്ടാവുന്നു. ആ ചെറിയ സ്ഥലത്ത് നമുക്ക് അതിൻ്റെ താഴേക്ക് നോക്കിയാൽ അറിയാം അതിലൊറ്റ മത്സ്യമില്ല. ഇവൻ വീതു, വല എറിഞ്ഞു, അതിൽ നിന്ന് വലിയ വലിയ മത്സ്യങ്ങൾ കുറേ കിട്ടി. അപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ തങ്ങൾ പറഞ്ഞു നിർത്തിക്കാളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കാൻ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇനി നമുക്ക് കുറച്ചുകൂടി വീയാന്ന്. അപ്പോൾ രണ്ടാമത് വല എറിഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാനാണ് തങ്ങൾ. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങളെ കൊണ്ടല്ല നമ്മൾ വിലായത്തിന് അളക്കേണ്ടത്. തങ്ങൾ അല്ലാഹുവിൻ്റെ മഹാനാവുന്നതായ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാരെ കൊടുത്തപ്പെട്ടവർ. പക്ഷേ ശൈഖുന ശംസുൽ പറയലുണ്ട് എപ്പോഴും, മൂപ്പര് അഖ്താബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പോൾ അങ്ങനത്തെ മഹത്തുക്കളാവുന്ന ആളുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ സംഘടിപ്പിച്ചതും അതിവിടെ രൂപീകരിച്ചതൊക്കെ.